അഞ്ചാം T20 മത്സരത്തിന് ഇനി കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. അവസാന മണിക്കൂറിലേക്ക് എത്തുകയാണ്. വലിയ ആവേശമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ളത്. മത്സരം വീക്ഷിക്കാനായി ആയിരക്കണക്കിന് ആരാധകരാണ് കാലേക്കൂട്ടി നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇരച്ചെത്തുകയാണ് എന്നൊക്കെ പറയാം. വലിയ തിരക്ക് നമുക്ക് കാണാം. ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്ര വലിയൊരു തിരക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നമുക്ക് ദൃശ്യമായത്. ഏതാണ്ട് എല്ലാവരും ഈ ടീം ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് വലിയ ആവേശത്തോടു കൂടി തന്നെ വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ്. ഓക്കെ, എവിടുന്നാ വരുന്നത്? ആറ്റിങ്ങലാണോ വീട്? എങ്ങനെയുണ്ട്? എന്താ ഒരു പ്രതീക്ഷ? എന്താ? ഉറപ്പായിട്ടും ഇന്ത്യ വിജയിക്കും. എവിടുന്നാ? സഞ്ജു അടിച്ചു പൊളിക്കണം, അത്രേ ഉള്ളൂ. അടിച്ചു പൊളിക്കണം, റെക്കോർഡ് സ്കോർ ആവണം. ഓക്കെ, എവിടുന്ന്? മഹാരാഷ്ട്ര. ഓക്കെ. നിങ്ങളൊക്കെ എവിടുന്നാ? എന്താ ഒരു പ്രതീക്ഷ? എന്താണ് ശുഭപ്രതീക്ഷ? എന്തായാലും ഇന്ത്യ ജയിക്കും, ഒരു സംശയമില്ല. അപ്പൊ വലിയ ത്രില്ലിലാണ്. ടീം ഇന്ത്യ ജയിക്കും. ഒപ്പം സഞ്ജു സാംസൺ ഇന്ന് കസറും എന്ന് പറയുകയാണ് ആരാധകർ. എനിക്കൊപ്പം മീഡിയ വണ്ണിന്റെ സ്പോർട്സ് ഡെസ്കിലെ താരങ്ങളെല്ലാം ചേരുകയാണ്. ഒപ്പം ആദ്യം മുഹമ്മദ് നൗഫൽ, നമ്മളെ ഔട്ട്പുട്ട് എഡിറ്റർ, നൗഫൽ ക, ഹരി, ഒപ്പം സഫാൻ, നമ്മളെ ഷറഫു, ഞങ്ങളുടെ തലപ്പൊക്കമുള്ള ആളുകളാണ് ഞങ്ങളുടെ സ്പോർട്സ് ഡെസ്കിൽ. ഓക്കെ, അപ്പോൾ നൗഫൽ ക എന്താണ് ഇപ്പോൾ ലാസ്റ്റായി? ഇനിയിപ്പം പ്രഡിക്ഷൻ ഒന്നും വലിയ കാര്യമൊന്നുമില്ല, സമയമായി. അതെ, ഇനിയിപ്പോൾ കളിക്കുക, എന്നിട്ട് ആരെ ജയിക്കാൻ നോക്കുക. അതായത് നമ്മുടെ പ്രതീക്ഷ സഞ്ജു ഇറങ്ങുന്നത് തന്നെയാണ്. എൻ്റെ ഒരു സംശയം ഞാനിപ്പോൾ പറയാം, അഭിഷേക് ശർമ്മ ഇന്ന് കളിക്കാൻ സാധ്യതയില്ല, റെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇഷാൻ കിഷനും സഞ്ജു സാംസണും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എൻ്റെ പ്രഡിക്ഷനാണ്, എന്നെ തല്ലരുത്. അപ്പൊ അങ്ങനെയെങ്കിൽ അതൊരു എന്താ പറയാ, ലോകകപ്പിന് മുന്നോടിയായിട്ട് ഇഷാൻ ഒരു അവസരം ആ സ്ലോട്ടിൽ നൽകി ഒന്ന് പരീക്ഷിച്ച് കളയാം എന്നുള്ളൊരു. കാരണം ഓപ്പൺ ചെയ്യാവുന്ന സഞ്ജുവും അഭിഷേകും മാത്രമേ ഇപ്പോൾ ടീമിലുള്ളൂ. അപ്പോൾ അതിന് പകരം സഞ്ജുവോ അഭിഷേകോ പൂർണ്ണമായും ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ പകരം ഒരാൾ വേണമല്ലോ. അപ്പോൾ അതിലേക്കുള്ള പരീക്ഷണം നിലയ്ക്ക് ഒരു പക്ഷേ ഇഷാനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇഷാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് പരിചയമുള്ള ഒരു ബാറ്റർ കൂടിയാണ്. അപ്പോൾ ഹരിഗോവിന്ദ് അഭിഷേക് ശർമ്മയെ കണ്ടു അല്ലേ? കണ്ടു. അഭിഷേക് ഇന്ന് ഇപ്പം നൗഫൽക്ക പറഞ്ഞ പോലെ തന്നെ അഭിഷേക് കളിക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ വേറൊരു കാരണം, അഭിഷേക് ഇന്ന് ടീം ബസ്സിലല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ അഭിഷേക് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കൂടി ഒത്ത് നോക്കുമ്പോൾ അഭിഷേക് ഇന്ന് കളിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇഷാൻ കിഷനെയും സഞ്ജുവിനെയും വന്നു. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് പരിക്ക്, അഭിഷേക് കളിച്ചില്ലെങ്കിൽ അത് കാര്യവട്ടത്തെ വലിയൊരു നഷ്ടമാണ്. അതെ, ഒരു കാഴ്ച അങ്ങ് നഷ്ടപ്പെടും. അഭിഷേകിന്റെ 6 അടി കാണാനായിട്ട് കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നഷ്ടമാവും, കാരണം ഫസ്റ്റ് ബോൾ തൊട്ട് 6 ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മിസ്സാവുന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നാലും നമുക്ക് സഞ്ജു തന്നെ കളിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ശ്രേയസ് അയ്യരെ കളിപ്പിക്കാനുള്ള സാധ്യതയില്ല, കാരണം അദ്ദേഹം T20 സ്ക്വാഡിലില്ല. അപ്പോൾ ഒരു നിർണായക മത്സരം എന്നുള്ള രീതിയിൽ, കാരണം T20 ലോകകപ്പിന് മുമ്പുള്ളൊരു മത്സരം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരാനും ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു എന്തായാലും കളിക്കും. സഞ്ജു ഇന്ന് ഫോമിലേക്ക് തിരിച്ചു വരും. ശ്രേയസ് അയ്യർ ഇന്നലെ ഒരു 1.5 മണിക്കൂറോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. തിലക് വർമ്മ തിരിച്ചു വരണം, എന്നാലേ എന്താവുള്ളൂ ശ്രേയസ് അയ്യരുടെ സ്ലോട്ട് പോവുള്ളൂ. തിലക് വർമ്മ ഇനി അഥവാ അദ്ദേഹത്തിന് ഫിറ്റ് ആയിട്ടില്ലെങ്കിൽ ശ്രേയസ് ടീമിൽ തുടരേണ്ടി വരും. അങ്ങനെ സാധ്യത കൂടി ഉണ്ടാവും. പക്ഷേ ശ്രേയസ് കളിച്ചേക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരിക്കും ടീം കോമ്പിനേഷൻ എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ലാസ്റ്റ് മൊമെന്റിലുണ്ട്. പക്ഷേ ഏതാണ്ട് 6:30 കൂടി അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവും. ഷറഫു, എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് എത്തിയൊരു വൈബ്? ഇവിടെ കംപ്ലീറ്റ് സഞ്ജുമയമാണല്ലോ. കംപ്ലീറ്റ് സഞ്ജുമയം മാത്രമല്ല, ക്രിക്കറ്റിന്റെ ഒരു ആവേശമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എല്ലാ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഒരു നീല കടലായിട്ട് തന്നെ ഇവിടെ മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ വന്നത് ഇപ്പോൾ 2 മണി അല്ലെങ്കിൽ 1 മണിക്ക് മുമ്പേ തന്നെ ആളുകൾ പലരും സ്റ്റേഡിയത്തിനകത്തേക്ക് കയറി സീറ്റ് ഉറപ്പിക്കുന്ന ഒരു നിലയിലേക്ക് വരെ നമ്മളത് കണ്ടു. അപ്പോൾ അത് ക്രിക്കറ്റിന്റെ ഒരു ആവേശം തന്നെ തിരുവനന്തപുരം. അത് സഞ്ജു കളിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. ആദ്യമായിട്ട് സഞ്ജു ഇന്റർനാഷണൽ മത്സരം അതും തിരുവനന്തപുരത്ത് കളിക്കുമ്പോൾ അത് കാണാനും കൂടിയാണ് ആളുകൾ വരുന്നത്. അപ്പോൾ നല്ലൊരു സഞ്ജുവിൻ്റെ ഒരു ഇന്നിങ്സാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു മികച്ചൊരു മത്സരം. ലോകകപ്പിന് തൊട്ടടുത്ത് കൃത്യമായി പറഞ്ഞ ഒരാഴ്ച മാത്രമാണുള്ളത്. അതിന് മുന്നേ നടക്കുന്ന ഒരു അവസാന ഇന്റർനാഷണൽ മാച്ച് എന്ന നിലയിൽ തന്നെ ആളുകൾ വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ മത്സരത്തെ കാണുന്നത്. അതിൽ നല്ല റിസൾട്ട് ഇന്ത്യ വിജയിച്ചുകൊണ്ട് ലോകകപ്പിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സഫാൻ ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ടീം ഇടാൻ ഏതാണ്ടായിട്ടുണ്ട്. അപ്പോൾ സഫാന്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന്? പ്രതീക്ഷയ്ക്ക് മുമ്പ് ഇവിടുത്തെ ഹൈപ്പ് തന്നെയാണ് പറയുന്നത്. ഓൾറെഡി ഇന്ത്യയുടെ മത്സരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഹൈപ്പാണ്. പ്ലസ് സഞ്ജു കൂടി ചേരുമ്പോൾ ആളുകൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് സ്റ്റേഡിയത്തിലേക്ക് ഓടിക്കയറാണ്. പരമാവധി വേഗത്തിൽ കാണുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ മത്സരത്തെ കുറിച്ച് പറയുമെങ്കിൽ പരമ്പരയിൽ അവസാനത്തെ മത്സരമാണ്. പരമ്പര ഓൾറെഡി ഡിസൈഡ് ആയതാണ്. പക്ഷേ എങ്കിലും ഈ മത്സരത്തിനുള്ളൊരു ഹൈപ്പ് എന്ന് പറയുന്നത് ലോകകപ്പിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ മത്സരം എന്നുള്ളതാണ്. പിന്നെ പ്രതീക്ഷിച്ച പോലെ സഞ്ജു ഇഷാൻ കിഷൻ എന്നുള്ളൊരു ഓപ്പണിംഗ് റൂമർ ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മ ഓൾറെഡി ലെഫ്റ്റ് ഹാൻഡറാണ്. അപ്പോൾ 2 ലെഫ്റ്റ് ഹാൻഡർ ഇഷാൻ കിഷൻ പ്ലസ് അഭിഷേക് ശർമ്മ നടക്കാത്ത കാര്യമാണ്. പകരം സഞ്ജു വരുമ്പോൾ
സഞ്ജു പ്ലസ് കിഷൻ വരുമ്പോൾ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ, സഞ്ജുവിന്റെ സ്ലോട്ട് അപ്പോൾ ഉറപ്പാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും.